കണ്ണൂർ മട്ടന്നൂരിൽ ഗവർണർക്ക് നേരെ പ്രതിഷേധം. SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. അതിനെ തുടർന്ന് സംഘർഷഭരിതമാണ് അവിടുത്തെ സാഹചര്യം. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ മട്ടന്നൂരിൽ നിന്ന് കാണുന്നത്. ഗവർണർക്ക് നേരെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏതാണ്ട് ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കോളം കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അരുൺ പൂപ്പറമ്പ അവിടെ നിന്ന് ചേരും തത്സമയ വിവരങ്ങളുമായി. അരുൺ, എന്താണ് പുതിയ സാഹചര്യം? പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ആദ്യം നമുക്ക് അവിടെ നിന്നുള്ള പ്രതിഷേധക്കാരുടെ വിശദീകരണത്തിലേക്ക് പോകാം. മട്ടന്നൂരിലൊക്കെ വരുമ്പോ അങ്ങനെ നടന്നോളാം, അല്ലാതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ RSSകാരുടെ രൂപത്തിൽ ഞങ്ങളുടെ മെക്കിട്ട് കയറിയാൽ ഞങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കും. എല്ലാ കാലത്തും RSSനെ ഇതുപോലെ ജനാധിപത്യം അറിയുന്നവരോട് ജനാധിപത്യം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ജനാധിപത്യം അറിയാത്ത സംഘപരിവാറിനോട് ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ സമരം ചെയ്യുമ്പോഴും ഒരു കാര്യം പറയാം, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഒരു ചെകിട്ടത്ത് അടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മറു ചെകിട്ടത്ത് ഞങ്ങൾ അടിച്ചിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും അടിക്ക് തിരിച്ചടി തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പറയാനുള്ളത്. RSSകാർ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോ CRPF മതിയാവില്ലെങ്കിൽ RSSകാരല്ല ഇനി ആര് വന്നാലും ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ രാജ്ഭവന്റെ മുന്നിൽ പോയിട്ടും അയാളുടെ വീട്ടിന്റെ ഉള്ളിൽ പോയിട്ടും ഞങ്ങൾ സമരം ചെയ്യും. ആ ചരിത്രം ഞങ്ങൾക്കുണ്ട്. ഇത്ര മാത്രമേ ഇപ്പോ പറയുന്നുള്ളൂ. ഇനി നാളെയും മട്ടന്നൂരിൽ കൂടെ തന്നെയാണ് തിരിച്ചു പറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിലും രൂക്ഷമായുള്ള സമരം ഞങ്ങൾ സംഘടിപ്പിക്കും. അതുകൂടി മുൻകൂട്ടി ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റാവുന്ന CRPF മൊത്തവർക്ക് കേരള പോലീസിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ ആത്മാർത്ഥത കുറച്ച് കുറക്കുന്നതായിരിക്കും അവരുടെ ശരീരത്തിനും മറ്റ് ആരോഗ്യത്തിനും നല്ലത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. മട്ടന്നൂരിൽ സംഭവിച്ചത് ഇതാണ്. അവിടെ ഗവർണർക്ക് നേരെ SFIയുടെ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം. ആ പ്രതിഷേധം നടത്തിയവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു. ആ വാഹനമാണ് അവിടെ DYFI പ്രവർത്തകർ സംഘടിച്ചെത്തിയ വാഹനം തടഞ്ഞു. യഥാർത്ഥത്തിൽ പോലീസിനെതിരെ കൂടി അവിടെ DYFIയുടെ ഭാഗത്തുനിന്നും SFIയുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് സംഭവിച്ചത്? അതിന്റെ തുടക്കം മുതൽ വിശദീകരിക്കാമോ അരുൺ? വിജയകുമാർ, 8:30 ഗവർണർ വിമാനത്താവളത്തിൽ എത്തി. അതിനുശേഷം യാത്രാമധ്യേ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇതിനിടെ മട്ടന്നൂർ ടൗണിൽ വെച്ചാണ് SFI ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള SFIയുടെ പ്രവർത്തകർ ഈ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചത്. ഇതിനിടയിൽ SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിനിടെ പോലീസ് സംഘം ഈ SFIയുടെ നേതാക്കളെ അകാരണമായി മർദ്ദിച്ചു എന്നതാണ് ഇവർ ആരോപിക്കുന്നത്. കസ്റ്റഡി വഴങ്ങിയിട്ടും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് ആരോപണം. ഇതേ തുടർന്നാണ് DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അല്പനേരം ഇവരെ കസ്റ്റഡിയിലെടുത്ത വാഹനം ഉൾപ്പെടെ തടഞ്ഞുവെച്ചു. ഇപ്പോൾ DYFI പ്രവർത്തകരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് എന്തെങ്കിലും പ്രതിഷേധത്തിൽ സാഹചര്യമുണ്ടോ എന്ന കാര്യം കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ മർദ്ദിച്ചു എന്നുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അല്പനേരം സംഘർഷഭരിതമായിരുന്നു മട്ടന്നൂർ നഗരം എന്നത് പറയുന്നത്. ഈ DYFIയുടെ പ്രതിഷേധം പോലീസിനെതിരെയാണോ? യഥാർത്ഥത്തിൽ അവർ പ്രതിഷേധിക്കുന്നത് പോലീസിനെതിരെയാണോ? തീർച്ചയായും വിജയകുമാർ, പോലീസിനെതിരെയാണ് DYFI പ്രവർത്തകരുടെ പ്രതിഷേധം. അത്തരത്തിൽ ഈ പോലീസ് മർദ്ദിച്ചു എന്നതാണ് ആരോപിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം? നിങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് തന്നെയാണ്. SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ അതിന്റെ നിലപാട് അറിയിച്ചതാണ്. കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെയുള്ള സമരം, ആ സമരം ഞങ്ങൾ തുടരുകയാണ്. ഇപ്പോഴും സർവകലാശാലകളുടെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും തോന്നുന്ന രീതിയിൽ അവരാളുകളെ തിരികെ കയറ്റുന്നു. ഞങ്ങൾ തീർച്ചയായും പ്രതിരോധിക്കുകയാണ്. അതിനനുസരിച്ച് പോലീസ് വാഹനം തടയുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യം. പോലീസ് വാഹനം ആ തരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും പോലീസിനെതിരെയുള്ള സമരം ഒന്നായിരുന്നില്ല. പോലീസ് എന്നാൽ പോലീസിനെ കുറിച്ചും എങ്ങനെയാണ് കേരളത്തിലെ സംവിധാനത്തെക്കുറിച്ചും ഗവർണർ പറഞ്ഞതെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പോലീസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? സഖാവ് പിണറായിയെ കുറിച്ച്, കേരളത്തിലെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന പോലീസിനെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് സംരക്ഷണം ഒരുക്കുന്നത്. CRPFനെ മറ്റൊക്കെ ആവശ്യപ്പെട്ട് അവർ എന്താ ചെയ്യുന്നത് നമ്മളെല്ലാവരും കാണുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകാണ്. പോലീസുമായി മറ്റ് കോൺഫ്ലിക്റ്റിലൊന്നും ഞങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണം. പോലീസ് ഏതോ ഒരു പോലീസുകാരൻ ഇത്തരത്തിൽ എന്തോ ഒരു പെരുമാറിയെന്ന് കേട്ടു. അത് മറ്റൊന്നുമില്ല. അത് ആ നിലയിൽ തന്നെ ഞങ്ങൾ കാണുകയാണ്. അങ്ങനെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. വേറൊന്നും അതുമായി ബന്ധപ്പെട്ടില്ല. ഈ സമരം ഞങ്ങൾ തുടരും.
വിജയകുമാർ അങ്ങനെയാണ് പറയുന്നത്. പോലീസ് അത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ ഈ നേതാക്കൾ ഉൾപ്പെടെ മർദ്ദിച്ചു എന്നതാണ് ആരോപിച്ചത്. അതിനെ തുടർന്നാണ് വാഹനം തടഞ്ഞു വെക്കുകയും ഉന്തും തള്ളും ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തത്. പിന്നെ CPIM നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തി അവരുടെ പ്രതിഷേധം പിന്തിരിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവരെ പ്രതിഷേധത്തിൽ അയവ് വരുത്തി പിന്തിരിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ സംഘർഷഭരിതമായിരുന്നു സാഹചര്യം. ഈ DYFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. വിജയകുമാർ, യെസ്, ഇത് മട്ടന്നൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മട്ടന്നൂരിൽ സംഭവിച്ചത് ഇതാണ്. അവിടെ ഗവർണറുടെ വാഹനത്തിന് നേരെ SFIയുടെ പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി SFI ഗവർണർക്കെതിരെ ഈ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധിക്കുകയായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നു. ആ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുന്നു. കസ്റ്റഡി വഴങ്ങിയിട്ടും അതിൽ ആ പ്രവർത്തകരെ SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നൊരു ആരോപണം അതിനിടെ ഉയരുന്നു. കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകരുടെ അവരെ കൊണ്ടുപോകുന്ന വാഹനം DYFI പ്രവർത്തകർ തടയുന്നു. പോലീസിന് എതിരെ മുദ്രാവാക്യം മുഴക്കുന്നു. യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രതിഷേധം പോലീസിനെതിരെ ആയിരുന്നു എന്നാണ് അരുൺ പൂപ്പറമ്പ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരും എന്നാണ് SFI DYFI നേതാക്കളൊക്കെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മട്ടന്നൂരിൽ ഗവർണർക്ക് നേരെ SFI കരിങ്കൊടി കാട്ടി കരിങ്കൊടി കാണിച്ച് SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ കൊണ്ടുപോയ വാഹനമാണ് DYFI പ്രവർത്തകർ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ DYFI പ്രവർത്തകർ തടഞ്ഞത്. DYFI പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞാണ് പ്രതിഷേധിച്ചത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഗവർണർ വയനാട്ടിലേക്കുള്ള യാത്രയുടെ ഭാഗമായി അവിടെ എത്തിയതായിരിക്കാം എന്ന് കരുതുന്നു. മറ്റൊന്ന്, ഈ SFI പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്ത പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുമോ, അതോ ഈ DYFIയുടെ പ്രതിഷേധത്തിനിടെ അവരുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. വയനാട്ടിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു ഗവർണർ മട്ടന്നൂർ വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് പോകുക. അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്ത അങ്ങനെയാണ് ക്രമീകരണം ഉണ്ടായത്. അതിനിടെയാണ് മട്ടന്നൂർ ടൗണിൽ വെച്ച് ഈ പ്രതിഷേധം ഉണ്ടായത്. SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. ഇതിനിടെയാണ് ഇത്തരത്തിൽ സാഹചര്യം സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. അത് നേരത്തെ ഇവർ ആരോപിച്ചത് പ്രകാരം, അതായത് SFI നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ മട്ടന്നൂർ CA ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അവരെ അകാരണമായി മർദ്ദിച്ചു എന്നതാണ് ആരോപിച്ചത്. ഇതേ തുടർന്ന് DYFI പ്രവർത്തകർ ടൗണിൽ പെട്ടെന്ന് സംഘടിച്ചെത്തുകയും ഈ വാഹനം, അതായത് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയ വാഹനം തടഞ്ഞു വെക്കുകയും ചെയ്തു. പിന്നീട് അവരെ ബലം പ്രയോഗിച്ച് മാറ്റുന്നതിനിടെ പോലീസും DYFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായ സാഹചര്യം പോലും ഉണ്ടായി. പിന്നീട് CPIM നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തി ഈ സംഘർഷത്തിന് ഒരു അയവ് വരുത്തിയിട്ടുണ്ട്. ഇവരോട് പിന്തിരിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ടൗണിൽ പ്രകടനം ഉൾപ്പെടെ DYFI പ്രവർത്തകർ നടത്തിയിരുന്നു. ഇപ്പോൾ ആ സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. ഇവരുടെ നീക്കം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഇവർ നിലവിൽ SFIയുടെ നേതാക്കൾ ഉൾപ്പെടെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവർക്കെതിരെ ഇത്തരം സംഘർഷത്തിനൊരു പശ്ചാത്തലത്തിൽ പോലീസ് കർശനമായിട്ടുള്ള നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഒരു വ്യക്തതയുണ്ടാകും. എന്തായാലും DYFI പ്രവർത്തകർ ഇപ്പോഴും ടൗണിൽ സംഘടിച്ച് നിൽക്കുകയാണ്. നേരത്തെ ഒരു സംഘർഷ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. നിലവിൽ അതിലൊരു അയവ് വന്നിട്ടുണ്ട്. പോലീസ് നേരത്തെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ വാഹനം ഉൾപ്പെടെ തടഞ്ഞു വെച്ച് വലിയൊരു സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു അയവ് വന്നിട്ടുണ്ട്. നിലവിൽ ഇവരുടെ SFI നേതാക്കളെ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബലം പ്രയോഗിച്ച് നീക്കിയിട്ടുണ്ട്. അവരിപ്പോൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലോട്ടാണ് മാറ്റിയിട്ടുള്ളത്. അവർക്കെതിരെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ എന്തെങ്കിലും കർശനമായ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അത്തരം നടപടി ഉണ്ടായാൽ ഈ DYFI പ്രവർത്തകർ ഉൾപ്പെടെ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാഹചര്യമുണ്ട്. മട്ടന്നൂർ CA ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവരെ മർദ്ദിച്ചതെന്നാണ് ഇവർ ആരോപിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും പൂർണ്ണമായും ഈ പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടില്ല. CPIM ഇവിടുത്തെ നേതാക്കൾ ഉൾപ്പെടെ എത്തി ഇവരെ ഈ പ്രതിഷേധത്തിലും സംഘർഷത്തിലും ഒരു അയവ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല. മറ്റെന്തെങ്കിലും പോലീസിന്റെ കർശന നടപടി ഉണ്ടായാൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗവർണറുടെ വാഹനം കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം കടന്നുപോയി വയനാട്ടിലേക്കുള്ള യാത്രയായിരുന്നു. അതിനിടെയാണ് ഈ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തത്. നിലവിൽ സംഘർഷത്തിന് എന്തായാലും
അയവ് ശരി വന്നിട്ടുണ്ട്. അരുൺ, എന്തായാലും പോലീസിന്റെ ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. മട്ടന്നൂരിൽ ഗവർണർക്ക് നേരെ SFI പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ വാഹനമാണ് DYFI പ്രവർത്തകർ തടഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. പ്രതിഷേധം തുടരും എന്നാണ് SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും ഒക്കെ അറിയിച്ചത്. അവരെ മട്ടന്നൂർ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി.